നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ല ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു രീതിയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മുടെ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ച, പക്ഷേ സ്റ്റാർട്ടിങ് ലാസ്റ്റ് ആയപ്പോൾ നന്നായിരുന്നു മൂവി. അടിപൊളി സിനിമ. നല്ല കോമഡിയായിരുന്നു. ലാസ്റ്റ് സീനൊക്കെ നല്ല ഉഗ്ര. നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ല ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു. നല്ല മൂവിയാണ്. ശരിക്കും നല്ല കോമഡി. ദിലീപിൻ്റെ ആ പഴയ ഒരു രീതിയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം കോമഡി. നല്ല മൂവിയാണ്, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട്. നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. തമാശ വർക്കായിട്ടുണ്ട്. നല്ല മൂവിയാ. ചിരിക്കാൻ കുഴപ്പമില്ല, പക്ഷെ എന്നാലും നമ്മൾ ലാസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഇമോഷണലി നമ്മളെ പിടിച്ചെടുക്കും. സൂപ്പർ പടാ, നല്ല പടാ, നല്ല ഫാമിലി മൂവിയാ, നല്ല ഇഷ്ടപ്പെടുമല്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡിയാ, സെക്കൻഡ് ഹാഫ് നല്ല ഫാമിലി മൂവിയാ, നല്ല ടച്ചിങ് മൂവിയാണ്. ഇമോഷണൽ നല്ല മെസ്സേജ്, ഇപ്പോഴത്തെ സന്ദർഭത്തിൽ നല്ല മെസ്സേജ്. സോഷ്യൽ മീഡിയ അടിപൊളി, പഴയ പോലെ തന്നെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ നമ്മളെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നേ അതിനെ കുറിച്ച് നന്നായി പറയുന്നുണ്ട്. സത്യമായിട്ടും നല്ല മൂവിയാണ്. കൊള്ളാം, നല്ല അടിപൊളി കോമഡിയും വർക്കൗട്ട് ആയിട്ട്. എന്താ പറയുക, ദിലീപേൻ്റെ കമ്പാക്ക് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്, പക്ഷേ നല്ലൊരു പടം, അടിപൊളിയാണ്. ഫാമിലി മെസ്സേജും ഉണ്ട്, നല്ല മെസ്സേജും വർക്കൗട്ട് ആയിട്ട്. നന്നായിരുന്നു, നല്ലതായിരുന്നു. കൊള്ളാം, നല്ല പടം, നല്ലത്. തമാശയുണ്ട്. പണ്ടത്തെ ദിലീപ് തിരിച്ചു വന്നത് നല്ല പടം. വിജയിക്കും ഉറപ്പ്. അടിപൊളി, നല്ല ഫാമിലിയായിട്ട് ദിലീപ് എല്ലാവരും നല്ലതായിരുന്നു. നല്ല മൂവി. സൂപ്പറാണ്. പഴയ തിരിച്ചെത്തിയിട്ടുണ്ട് ദിലീപ്. ഓക്കെ, നല്ല പടം. നല്ല തമാശ, കൊള്ളാം, നല്ല പടം. കുറേ കാലത്തിന് ശേഷം ദിലീപിൻ്റെ അടിപൊളി ഫിലിം വന്നു. കൊള്ളായിരുന്നു, മൂവി കൊള്ളായിരുന്നു. സ്റ്റാർട്ടിങ് വിചാരിച്ചത് കുറച്ചും കൂടി കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ച, പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ നന്നായിരുന്നു മൂവി. നല്ല കോമഡി.